നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിജയുടെ ഭാര്യ സംഗീത വിജയ്ക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്നതാണ്. വിജയുടെ ഭാര്യ സംഗീത ഫയൽ ചെയ്തിരിക്കുന്ന ഡിവോഴ്സ് പെറ്റീഷൻ നമ്മുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്നു. അതിനകത്ത് ചെങ്കൽപ്പേട്ട് ഡിസ്ട്രിക്ട് കോടതിയിലാണ് സംഗീത ഇത് ഫയൽ ചെയ്തിരിക്കുന്നത്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഡിവോഴ്സും കൂടെ വരുമ്പോഴേക്കും അതിനാടകീയമായ സംഭവങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുകയാണ്. ഇതൊരു കുടുംബ കോടതി പ്രശ്നം മാത്രമല്ല, വിജയ് ഒരു ബ്രാൻഡഡ് നടനാണ്. തമിഴ്നാട്ടിലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ താരം. രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി 2026 തമിഴ്നാട് ഇലക്ഷൻ ഉന്നം വെക്കുന്ന വിജയ്ക്ക് മുന്നിൽ ഇതാ വലിയൊരു പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ വിജയുടെ ഭാര്യ സംഗീത ഫയൽ ചെയ്തിരിക്കുന്നു ജോസഫ് വിജയ് ചന്ദ്രശേഖറിനെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ. 1999 UK വെച്ചാണ് ഇരുവരുടെയും വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ നാട്ടിൽ വെച്ച് ചെറിയൊരു ചടങ്ങ് നടത്തുമ്പോൾ പോലും ഇപ്പോൾ അറിയേണ്ടത് ഈ ഡിവോഴ്സിന് കാരണം എന്താണെന്നാണ്. സംഗീത കൃത്യമായി പറയുന്നു, അഡൾട്ടറി കോസ് ആണ് കാരണം. അതായത് നടൻ വിജയ്ക്ക് മറ്റൊരു ബന്ധം ഉണ്ട് എന്നത് തന്നെ സംഗീത ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ ഫയൽ ചെയ്യുന്നു. ഈ വ്യക്തി ആരാണ്? അതൊരു താരമാണോ, സൗത്ത് ഇന്ത്യൻ നടിയാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണോ എന്നൊന്നും ഈ പെറ്റീഷനിൽ സംഗീത പറയുന്നില്ല. പക്ഷേ വിജയ്ക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട്. ശാരീരികമായും മാനസികമായുമുള്ള ബന്ധം വിജയുമായി പുലർത്തുന്ന ഒരു നടിയുണ്ട്. അതാണ് ഈ ഡിവോഴ്സിന് കാരണമെന്നത് സംഗീത കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഡിവോഴ്സ് പെറ്റീഷൻ ചെങ്കൽപ്പേട്ട് ഡിസ്ട്രിക്ട് കോടതിയിലാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ട് ഇവരുടെ 2 മക്കളുടെ കാര്യങ്ങളും എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതിൻ്റെ 8ാമത്തെ പോയിന്റായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇൻ ദ ഇനീഷ്യൽ ഇയേഴ്സ് ദ മാരിറ്റൽ റിലേഷൻഷിപ്പ് വാസ് കോർഡിയൽ ആൻഡ് ഹാർമോണിയസ്. ദ റെസ്പോണ്ടന്റ് provided a comfortable lifestyle and the petitioner devoted herself to the household, upbringing of the children and the welfare of the respondent. അതായത് തുടക്കം ഈ കല്യാണം ആരംഭിച്ച് 99 തുടങ്ങിയതാണ്. പക്ഷെ അപ്പോൾ മുതൽ വളരെ രസകരമായ കുടുംബജീവിതവുമായിട്ടാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് എന്നതും കൂടി പറയുന്നുണ്ട്. പോയിന്റ് നമ്പർ 9, the parties traveled abroad regularly on family vacations. The petitioner also visited her parents in the UK annually. The respondent took the petitioner to the film related functions and social gatherings. UK-യിലാണ് സംഗീതയുടെ നാട്. അവിടെ സംഗീതയുടെ വീട്ടുകാരെ പോയി കാണാനും ഫാമിലി വെക്കേഷൻസിനും ഒക്കെ ആയിട്ട് തന്നെ ഈ കുടുംബം ഇറങ്ങാറുണ്ട്. പക്ഷേ എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായ ജീവിതം. 10ാമത്തെ പോയിന്റ്, ദോ ദ മാരേജ് ഫേസ്ഡ് ഒക്കേഷണൽ ഡിഫിക്കൽട്ടീസ്, ബോത്ത് പാർട്ടീസ് മാനേജ് ദം ആൻഡ് കണ്ടിന്യൂഡ് ദെയർ ലൈഫ് ടുഗദർ. ഇതിനിടയിൽ സ്വാഭാവികമായിട്ടും കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത് ഇരുവരും മുന്നോട്ട് പൊക്കോണ്ടേയിരുന്നു. ഇനിയാണ് പ്രധാനപ്പെട്ട പോയിന്റ് നമ്പർ 11. ഇൻ April 2021 the petitioner discovered that the respondent was involved in an adulterous relationship with an actress. The point, 2021 ഏപ്രിലിൽ മറ്റൊരു നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ട് എന്നത് തെളിയുന്നു. This caused her deep emotional pain and mental suffering amounting to betrayal and violation of marital trust. വ്യക്തമാണ്, ഒരു നടിയുമായി വിജയ്ക്ക് മറ്റൊരു അവിഹിത ബന്ധമുണ്ടെന്ന് പറയുന്നത് ഭാര്യയായ സംഗീതയാണ് ഫയൽ ചെയ്യുന്നത്. ഇത് മറ്റൊരു മഞ്ഞപത്രമോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുമുള്ള ആർട്ടിക്കിൾ അല്ല. ദിസ് കേസ് ഇസ് ഫൈൽഡ് ഇൻ ചെങ്കൽപ്പേട്ട് ഡിസ്ട്രിക്ട് കോർട്ട് ആൻഡ് അത് കൊടുത്തിരിക്കുന്നത് വിജയുടെ ഭാര്യ സംഗീതയാണ്. മറ്റൊരു നടിയുമായി വിജയ്ക്ക് വലിയ ബന്ധമുണ്ട്. ഏപ്രിൽ 2021 അറിയുന്നു. അഡൾട്ടറസ് റിലേഷൻഷിപ്പ്, ശാരീരിക ബന്ധം തന്നെ. 12ാമത്തെ പോയിന്റ്, though the respondent initially assured that he would end the relationship, കയ്യോടെ തൂക്കി എന്നിട്ട് പറയുന്നു ഞാനിത് അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോലും he continued the adulterous association without remorse, subjecting the petitioner to prolonged mental cruelty. ഇയാൾ ഈ റിലേഷൻഷിപ്പ് തുടർന്നു. അതെൻ്റെ കക്ഷിക്ക് മാനസികമായ സമ്മർദ്ദം ഉണ്ടാക്കി എന്നതും കൂടി പോയിന്റിൽ പറയുന്നു. പോയിന്റ് നമ്പർ 13, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, between September 2021 and February 2022 through counsel the petitioner attempted to resolve this issue amicably. Notices were exchanged but no resolution was reached. The matter was deferred considering the children's studies and emotional well-being. The petitioner at no point condoned the respondent's conduct. 2021 സെപ്റ്റംബർ മുതൽ 22 ഫെബ്രുവരി വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകൾ നടന്നു. പക്ഷേ ഒരു തരത്തിലും വിജയ് റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായില്ല. പോയിന്റ് നമ്പർ 14, the respondent thereafter increasingly neglected the petitioner emotionally, mentally and physically. He withdrew from conjugal relations, excluded her from social and professional life and deliberately distanced himself. അതായത് അതിനുശേഷം വിജയ് സംഗീതയുമായിട്ട് മുൻപ് റിലേഷൻ തുടങ്ങിയ സമയത്ത് എല്ലാ തരത്തിലുമുള്ള സിനിമാ പരിപാടികൾക്ക് കുടുംബ ചടങ്ങുകൾക്കെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പക്ഷെ അതിനുശേഷം വിജയ് സംഗീതയുമായിട്ടൊരു ഡിസ്റ്റൻസ് ഇടാൻ തുടങ്ങി എന്നതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടി വരുന്നു. എന്തായാലും 17ാമത്തെ പോയിന്റ്, the respondents continued open association with the actress. ഈ ആക്ട്രസുമായിട്ട്
ഈ നടിയുമായിട്ട് തുറന്ന വേദികളിലും ഒക്കെ തന്നെ ഈ നടിയുമായിട്ട് വിജയ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഇമോഷണൽ അഗ്നി ടു ദ പെറ്റീഷണർ ആൻഡ് എംബാരസ്മെന്റ് ടു ദ ചിൽഡ്രൻ അമംഗ് ദെയർ ഫ്രണ്ട്സ്, സോഷ്യൽ ലൈഫ് ഓൺ സോഷ്യൽ മീഡിയ. വിജയ് ഈ നടിയുമായിട്ട് പരസ്യവേദികളിലെല്ലാം പൊക്കോണ്ടിരുന്നപ്പോൾ അത് സംഗീതയുടെ മക്കളെ ഇമോഷണലി ഡാമേജ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഈ നായിക ആരാണ്? പലരുടെയും മനസ്സിലൊരു മുഖമുണ്ടാകും, പക്ഷേ അതാണെന്നോ ഇല്ലെന്നോ ഒന്നും തന്നെ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ നടക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പറയാനില്ല. പക്ഷേ ഇതിന് കൃത്യമായിട്ട് ഒന്ന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ petition filed under section 27(1)(a), (b) and (d), section 36 and 37 of the Special Marriage Act 1954 പ്രകാരമാണ് എന്തായാലും ഇത് കൊടുത്തിരിക്കുന്നത്. ബട്ട് ഇതൊരു വലിയ ട്വിസ്റ്റാണ്. ഇത് വെറുതെ ഒരു കാര്യം മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചെങ്കൽപ്പേട്ട് ഡിസ്ട്രിക്ട് കോടതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ നിൽക്കുന്ന വിജയ്, ജനനായകൻ സിനിമയുടെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന വിജയ്ക്ക് മുന്നിൽ ഇതാ ഏറ്റവും വലിയൊരു ആയുധം വരാൻ പോവുകയാണ്. വിജയ്ക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നു. ചെങ്കൽപ്പേട്ട് ഡിസ്ട്രിക്ട് കോടതിയിൽ കൃത്യമായി പറയുന്നു വിജയ്ക്ക് മറ്റൊരു നടിയുമായി അവിഹിത ബന്ധമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത്.